ആണ്ടലോന്റെ നേരെ കണ്ണിൽ ചന്ദിരന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേ പോ ആണ്ടലോന്റെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? പറഞ്ഞു തരാം. വെറും സാധാരണക്കാരായ ആളുകൾ കുറച്ചു നാൾ കൊണ്ട് തന്നെ കോടീശ്വരന്മാരായ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് പാകാൻ കോടീശ്വരൻ എങ്ങനെയാണെന്നല്ലേ? ഇതൊന്ന് കണ്ടു നോക്ക്. നമ്മൾ ഇപ്പൊ കണ്ട മനോഹരമായ റിസോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. നമ്മളോടൊപ്പം ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് MD ശ്രീ നിസാദ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? കാണുമ്പോൾ തന്നെ അതിമനോഹരമായിരിക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മളിപ്പോ കണ്ടു, അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതെങ്ങനെ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇത് തരാൻ കഴിയും? ഓക്കെ, ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസോർട്ടാണിത്. കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. അതായത് 5 ഏക്കറിലാണ് ഈ പ്രൊജക്ട് വരുന്നത്. അപ്പൊ ഈ 5 ഏക്കറിൽ 5 സെന്റ് ലാൻഡ് ആക്കി തിരിച്ചിട്ട് ഇതില് 570 സ്ക്വയർ ഫീറ്റിന്റെ ഈ ഒരു റിസോർട്ടും അതോടൊപ്പം ഇതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് 16 സാൻഡൽവുഡ് പ്ലാന്റേഷനാണ് ഈ പ്രൊജക്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സാധാരണ പല റിസോർട്ടിലും താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പേര് തന്നെ എന്താ? നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പൊ എന്താണ് ചന്ദനത്തോപ്പിൽ താമസിച്ചാൽ കിട്ടാം? അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് 5 ഏക്കറിൽ 16 മരങ്ങളോട് കൂടിയുള്ള 5 സെന്റ് ഭൂമിയാണ്. അപ്പൊ ഇവിടെ 1460 ചന്ദന മരങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ അകത്ത് സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റൂമും അതോടൊപ്പം തന്നെ നല്ലോണം നീന്തി തുടിക്കാൻ പറ്റിയിട്ടുള്ള, കുളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പക്ഷെ ഇത് ആരും പുറത്ത് കാണുകയില്ല. ഓരോ റിസോർട്ടിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. അപ്പൊ എന്താണ്, നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കാനായിട്ട് ഈ റിസോർട്ടിൽ താമസിക്കാൻ അല്ലെ, കുറച്ച് ദിവസം താമസിച്ചാൽ ഒരു മറ്റു രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ 7 ഏക്കറിൽ അവിടെ താമസിക്കുന്നവർ കഴിക്കാനുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, മുട്ട, കോഴി, അങ്ങനെ ആട് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, അവിടെ നിങ്ങൾ വന്ന് ഒരു 1-2 മാസമൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയൊരു മനുഷ്യനായിട്ട്, എസ്പെഷ്യലി ചന്ദനമരത്തിന് മറ്റൊരു പ്രത്യേകതയാണ് ത്വക്ക് രോഗങ്ങൾക്ക് ഒരുപാട് റിലീഫാണ് ഇത് കിട്ടുന്ന പറയാം. അതുകൂടാണ്ട് സ്പാ, അരോമ തെറാപ്പി, ചന്ദനം കൊണ്ടുള്ള പലതരം തെറാപ്പികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇതിന് കൊണ്ടുവന്നിട്ടുള്ള വെൽനസ് ക്യാമ്പസ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ അവിടെ വന്ന് 1 മാസം നിങ്ങൾ താമസിക്കാനുള്ള അത്രയും നല്ല രീതിയിലൊരു ആംബിയൻസ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ താമസിക്കാനായിട്ട് ഇപ്പൊ ഞങ്ങൾ ചാർജ് ചെയ്യണത് 20,000 rupees ആണ്. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ താമസിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും, അവിടെ 20,000 രൂപ വെച്ച് താമസിക്കുമ്പോൾ ഒരു മാസം 6 ലക്ഷം രൂപയാണ് ഇതിന്ന് വാടക ഇനത്തില് ഇതിന്റെ ഓണർ കിട്ടുന്നത്. അവിടെയും ഞങ്ങൾ മറ്റൊരു കാര്യം കൊണ്ടുവന്നേക്കാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്വന്തമാക്കാം. ഓക്കെ, ഇത് സ്വന്തമാക്കിയ ഗുണം എന്താ? നിങ്ങൾ അവിടെ താമസിക്കണമെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കണ്ട, നിങ്ങളെ സ്വന്തമല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മാസം 2 മാസം താമസിച്ചു, ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, ഇത് പുറത്തേക്ക് ഞങ്ങൾ തന്നെ വാടക കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ വാടക കൊടുത്താലോ? ഞങ്ങൾ വാടക കൊടുക്കുമ്പോൾ ഈ കിട്ടുന്ന 6 ലക്ഷം രൂപയിൽ നിന്ന് 20% ഞങ്ങൾ എടുത്തിട്ട് അതിന്റെ എക്സ്പെൻസ് കഴിഞ്ഞ് ബാക്കി തുക നിങ്ങൾക്ക് തരാണ്. അങ്ങനെയാണെങ്കിലോ ഇതിനെ എന്ത് വിളിക്കാം, ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന അല്ലെ, സ്ട്രോങ് ആയിട്ട് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആക്കി നിങ്ങൾക്ക് ഇതിനെ കാണാം. അപ്പൊ രണ്ടാമത്തത് ഹെൽത്ത് ആണെങ്കിൽ അല്ല, ഒന്നാമത്തത് ഹെൽത്ത് ആണെങ്കിൽ രണ്ടാമത്തെ വെൽത്ത് ആണ്. അപ്പൊ എന്ത് കിട്ടി? ഹെൽത്തും കിട്ടി, വെൽത്തും കിട്ടി. നിങ്ങൾക്ക് ഇടയ്ക്ക് താമസിക്കുകയും ചെയ്യാം. നിങ്ങൾക്കിത് റെന്റിന് കൊടുത്തുകൊണ്ട് മാസം 5 ലക്ഷം രൂപയോ ഇതിന്ന് റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയും അത് തീർന്നു അതിൽ ഇല്ല. അവിടെ എന്തുണ്ട്? 16 ചന്ദനമരങ്ങളുണ്ട്. ഇതിൽ ഒരു 10 to 15 years കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിലേക്ക് കൊടുത്താൽ കിട്ടുന്നതോ
2 കോടി മുതൽ 4 കോടി രൂപ വരെ. കാരണം അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു അത്ഭുത വൃക്ഷം കൂടെ നിങ്ങളുടെ കോമ്പൗണ്ടിലുണ്ട്. അപ്പോ ഇതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടത് 85 ലക്ഷം രൂപയാണ്. ഈ 85 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കിയാൽ നിങ്ങളുടെ പേരിൽ 5 സെന്റ് ഭൂമിയും ഈ അത്ഭുത ചന്ദന മരങ്ങളും അതോടൊപ്പം 570 സ്ക്വയർ ഫീറ്റ് റിസോർട്ടും അതോടൊപ്പം 1 ഏക്കറുള്ള കോമൺ അമ്യൂണിറ്റീസ് ഉപയോഗിക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മുടക്കുമ്പോൾ കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 1.5 വർഷം കൊണ്ട് നിങ്ങൾ മുടക്കിയ റിട്ടേൺസ് തിരികെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അല്ലെ, ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റുമോ? ഇത് വലിയ ആളുകൾക്കല്ലേ പറ്റുള്ളൂ? നോ. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു പാർട്ട്ണർ ആകാം. അതായത് 5 സെന്റ് ഭൂമി, ഈ റിസോർട്ട് അടങ്ങുന്നതിന് 85 പേരടങ്ങുന്ന സിൻഡിക്കേറ്റ്, അതായത് 1 ലക്ഷം രൂപയാണ് ഇതിൽ പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 85 പേർക്ക് ഒരുമിച്ച് കൊണ്ട് പാർട്ട്ണർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരും. കിട്ടുന്ന വാടക എത്രയാണോ അത് 85 പേർക്ക് ഡിവൈഡ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട്ണർ ആവും. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ 1, 20,000 രൂപ കൊടുത്ത് അവിടെ നിങ്ങൾക്ക് താമസിക്കാം. എത്ര ദിവസവും അത്രയാണെങ്കിൽ ഇൻഡു 20,000, അല്ലെ, ഒരു മാസമാണെങ്കിൽ 6 ലക്ഷം രൂപ. ഓക്കെ. 2, ഇതിന്റെ റെന്റ് കിട്ടാവുന്ന രീതിയിൽ ഒരു റെന്റൽ ഇൻകം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓണർ ആവാം, 85 ലക്ഷം രൂപ. ഇനി നിങ്ങൾക്ക് റെന്റൽ ഈ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ 85 ലക്ഷം മുടക്കാനില്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവാം. അപ്പൊ എന്ത് കിട്ടി, അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിലോ, റെന്റൽ കമ്മീഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ കൂടെ ഇത് ഒരു റിസോർട്ടിന്റെ മാർക്കറ്റിങ്ങിനായിട്ട് ഞങ്ങളുടെ കൂടെ കൂടും. അപ്പോഴോ ഇത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെന്റൽ കമ്മീഷൻ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും. അപ്പൊ എന്താണ് ചന്ദനമരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദനം. അതായത് നമുക്കറിയുന്ന ആൽമര നമുക്കറിയാം, അതായത് 5 to 10 ലിറ്റർ ആണ് ആൽമരം സർക്കുലേറ്റ് ചെയ്യുന്ന ഓക്സിജൻ എങ്കിൽ ചന്ദനം 10 to 20% ആണ്. മാത്രമല്ല ആൽമരം പകൽ സമയത്ത് ഓക്സിജൻ പുറപ്പെടുവിക്കുമ്പോൾ രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ രാത്രി സമയത്ത് ഇതിന് താഴെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചന്ദനമരത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് ഓക്സിജനും രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അളവ് കുറവാണ്. മാത്രമല്ല പകൽ സമയത്ത് പുറപ്പെടുവിച്ച ഓക്സിജൻ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രിവെൻഷനാണ് നമ്മൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. കാരണം പണ്ട് ഇവിടെ ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ തന്നെ രാജകീയ വൃക്ഷമായി കൺസിഡർ ചെയ്തമാരാണ് സാൻഡൽവുഡ്. അതായത് ഇതുള്ള ഈ സാൻഡൽവുഡ് നട്ടിട്ടുള്ള കോമ്പൗണ്ടിലുള്ള വീടുകൾ താമസിക്കുന്നവർക്ക് അസുഖങ്ങൾ വരില്ല എന്നായിരുന്നു അന്നത്തെ അവരുടെ വിശ്വാസം. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയണത്. ഇത് വിശ്വാസമല്ല, ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. അപ്പൊ അവിടെ താമസിച്ചാൽ എന്ത് ചെയ്യും, ഇത്രയ്ക്ക് നല്ല രീതിയിൽ, അല്ലെ. രണ്ടാമത്, ഇതിന്റെ ഒരു ഓവൽ, ഒരു റൗണ്ടിന്റെ ഒരു അർദ്ധവൃത്താകൃതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്തിരിക്കാം. ഒറിജിനൽ ഗ്രാസ് ആണ്. അപ്പൊ തന്നെ അറിയാം നമുക്ക് പ്യൂരിറ്റി ഉള്ള ഓക്സിജൻ അതിലൂടെ ലഭിക്കുന്നുള്ളത്. മാത്രമല്ല ഇതിന്റെ ബോട്ടം, അതായത് റൂഫിന്റെ ബോട്ടം സൈഡിൽ മഡ് പാക്ക് ചെയ്തേക്കണം. അതായത് ഓക്സിജന്റെ ആ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടുവാൻ മഡ്, പണ്ടത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അത്തരത്തിൽ വീട്ടുകൾ താമസിക്കുന്ന അസുഖങ്ങൾ വരില്ല എന്ന് പറയുന്നു. അപ്പോ ഈ ഇത്രയ്ക്കും അല്ലെ വെറൈറ്റീസ് ഉള്ള അല്ലെങ്കിൽ വ്യത്യസ്തതയാർന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ റിസോർട്ടിലേക്ക് താമസിക്കാൻ ജനുവരി 1 മുതൽ നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. അപ്പൊ ഉദ്ഘാടനം വിളിക്കാനായിട്ട് വീണ്ടും അടുത്ത ദിവസം ഞാൻ വരും. അതിനു മുമ്പായിട്ട് ഇതിന്റെ ഒരു പാർട്ട്ണർ ആകണോ, ഇതിന്റെ ഒരു ഓണർ ആകണോ? വെൽക്കം ടു ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ്.
ഇന്ന് ജസ്പീഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സിന്റെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, ആ സിനിമയാണ് എന്റെ മനസ്സിലിറങ്ങുന്നത്. നമുക്ക് വാർക്കാൻ ചന്ദനത്തോപ്പുകളുടെ 3ാമത്തെ റിസോർട്ടിന്റെ ഇനോഗ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ബിസിനസ് തുടങ്ങണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എന്തോ എന്റേതായിട്ടുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻപുട്ട് എനിക്കിതുവരെ ഇടാൻ പറ്റിയിട്ടില്ല ആ ഒരു ജേർണിയിൽ. അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഇത്രയും യുണീക്കായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. വളരെ ഒരു വലിയ വിഷനുള്ളവരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മണി മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദൈവം എനിക്ക് എങ്ങനെ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ ആ വഴിക്ക് പോകണം, എങ്ങനെ നല്ല സൂപ്പർബായിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു ഈവനിങ്, ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈവനിങ് എനിക്ക് തന്നതിൽ ഞാൻ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ എന്നും വളരെ താങ്ക്ഫുൾ ആയിരിക്കും. നമ്മളുടെ കൂടെ ഇപ്പോൾ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എക്കോ ഫ്രണ്ട്ലി പ്രീമിയം റിസോർട്ട്സിന്റെ ചെയർമാൻ ശ്രീ നിസാർ അബൂബക്കർ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. ആക്ച്വലി ഇത്തരം പ്രോജക്റ്റുകൾ അധികം ആരും കേട്ടിട്ടില്ല. അതായത് കുറച്ച് പൈസ, സാധാരണക്കാർക്ക് ചെറിയ പൈസ കൊണ്ടിട്ട് കുറച്ചു കാലം കൊണ്ട് തന്നെ കോടീശ്വരന്മാരായി മാറാം എന്നാണ് നിങ്ങൾ അവകാശവാദം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു സീക്രട്ട്, എന്താണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്? അത് പറയുന്നതിന് മുമ്പ് ജനറൽ ആയിട്ടുള്ള 1-2 ചെറിയ കാര്യങ്ങൾ പറയാം. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പൈസ ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കുക. പക്ഷെ അതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയും, ധാരാളം പണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കോടീശ്വരന്മാരാവാൻ സാധിക്കും. ശരിയാണ്. ഭൂരിഭാഗം ആളുകൾക്കും മാഡം പറയുകയാണെങ്കിൽ 95% 95% ആളുകൾക്കും കുറച്ച് പൈസ ഉണ്ടാക്കാൻ അറിയും. ചെറിയൊരു ശതമാനം 5% താഴെ ആളുകൾക്ക്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയാം, ഒരു 90% ആളുകൾ പരാജയപ്പെടുകയാണ്. കാര്യം അവർ ജീവിക്കുന്നു, അവർ ഇങ്ങനെ ജീവിച്ചു മരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉയർച്ച എന്ന നിലയിൽ ഇതുവരെ നമ്മുടെ കേരളം കണ്ടിട്ടില്ല. ഒരു 10% മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ സാമ്പത്തികമായി ഉയരുന്നുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേരളത്തില് മാത്രമല്ല, അതിപ്പോ ഇന്ത്യയിലായാലും ലോകത്തിലായാലും ഈ ഒരു പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോടീശ്വരന്മാരുണ്ടാകുന്നു, പണക്കാരുണ്ടാകുന്നു. ഭൂരിഭാഗം ആളുകളും എന്താണ് കമ്പനി അതൊരു മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ്. അപ്പൊ ഇവിടെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യം കൂടുതൽ പണം ഉണ്ടാക്കാൻ, കുറച്ച് പണം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പണം, മണി മാനേജ്മെന്റ്. പണം, നമ്മൾ ഉണ്ടാക്കുന്ന പണം, നമുക്കിപ്പോ പല ആളുകൾക്കാണെങ്കിലും ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി ഉണ്ടാവും, കിട്ടുന്ന സാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയി ആണെങ്കിലും അവർക്കൊരു അവരുടെ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീസോ ഒരു ഇൻകം ഉണ്ടാവും. ബിസിനസ്സുകാരാണെങ്കിലും നല്ലൊരു എമൗണ്ട് ഇൻകം ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന പല ടൈപ്പ് ഓഫ് ഇൻകംസ് ഉണ്ടെങ്കിലും ഇതിന് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് പണമുള്ള ആളുകളായിട്ട് മാത്രം കാണുന്നത്. മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി അറിയുന്ന ആളുകൾക്കാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നത്, കോടീശ്വരന്മാരാവാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങളോട് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്, ഞങ്ങളിപ്പോ ഒരു റിസോർട്ട് പ്രോജക്റ്റ് ആണ്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ കുറച്ച് അഗ്രികൾച്ചർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരാളതിലേക്ക് ഇൻവെസ്റ്റർ ആയിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ അവരാദ്യം ഞങ്ങൾ ചെയ്യുന്നത് അവരൊന്ന് ബോധവൽക്കരിക്കുകയാണ്. എങ്ങനെയാണ് ഒരാൾ കോടീശ്വരനാവേണ്ടത് അല്ലെങ്കിൽ പണക്കാരനാവേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം അവർക്ക് കൊടുക്കുന്ന ഒരു അവയർനെസ്. അതാണ് ആ ഒരു ബോധവൽക്കരണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്, റിയൽ എസ്റ്റേറ്റ്. ഞങ്ങൾ എന്താ ചെയ്തത്, ഈ ഭൂമിയുടെ വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ട്, വാല്യൂ അഡീഷൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഭൂമിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കാം, വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഭൂമിയുടെ വാല്യൂ കൂട്ടാൻ പറ്റും, വാല്യൂ അഡീഷൻ. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഇവിടെ ഉള്ള ഭൂമി, ആ ഭൂമിയിൽ നിലവിലുള്ള ചന്ദനം എന്ന് പറയുന്ന ആ ഒരു വൃക്ഷം, ഓക്കെ, അപ്പൊ നിലവിൽ ചന്ദനം ഇവിടെ ഉണ്ട്, ചന്ദനത്തിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്, ഭൂമി ഇവിടെ ഉണ്ട്, ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട്. ഇതിന് മൂന്നിനെ കൂടെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ്, ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കൂട്ടി വ്യത്യസ്തമായിട്ടൊരു പ്രോജക്റ്റ് ആക്കി മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാനാണെങ്കിൽ, മീൻസ് ഉദ്ദേശിച്ചത് ഒരു മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ ആളുകൾക്ക് ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, എന്താണ് ഇപ്പൊ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ അത് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ലൈഫിൽ
ഒരു അപ്ഡേഷൻ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്കൊരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലക്ഷറി ലൈഫ് സ്റ്റൈൽ നമ്മൾ സ്വപ്നം കാണുന്നത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്നതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാകുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ പ്രോജക്ട് വളരെ വ്യത്യസ്തമായിട്ട് ആരും ചിന്തിക്കാത്ത രീതിയിൽ, ആരും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വന്നു. ചെറിയൊരു മുതൽ മുടക്ക് കൊണ്ട് കോടീശ്വരനാകാൻ പോകുന്ന ഒരാളെ പരിചയപ്പെടുത്താം. എന്താ പേര്? സജീവൻ. എങ്ങനെ താങ്കൾ ഈ പ്രോജക്റ്റിലൂടെ ഒരു കോടീശ്വരനായി മാറിയെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു സാധാരണക്കാരെ അസാധാരണക്കാരനാക്കുന്ന ഒരു ബിസിനസ്. ഏതൊരു സാധാരണക്കാർക്കും തന്റെ കയ്യിലുള്ള ചെറിയ എമൗണ്ട് കൊണ്ട് കോടീശ്വരനാകാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് എന്ന് കേട്ടപ്പോ ആദ്യം ഞാനും ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയ രണ്ട് വ്യക്തികൾ, രണ്ട് സഹോദരങ്ങൾ, നമ്മുടെ നിഷാദ് സാറും അതോടൊപ്പം തന്നെ നിസാർ സാറും, അവര് ഈ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോ എനിക്കും മനസ്സിലായി കേരളത്തിലെ ടൂറിസം സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ടൂറിസം സാധ്യതയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു താഴെത്തട്ടിലുള്ള ഒരു വ്യക്തിക്ക്, ഏതൊരു സാധാരണക്കാരനും വെറും 1,00,000 രൂപ കൊടുത്തുകൊണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും 1,00,000 രൂപ കൊടുത്തുകൊണ്ട് അസാധാരണക്കാരായ ഒരു കോടീശ്വരന്മാരായി മാറാനുള്ള ഒരു വഴി നമുക്കിവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. എന്താണ് ആ വഴി? വേറൊന്നുമല്ല, താങ്കളുടെ അനുഭവം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ വേറൊന്നുമല്ല, ഇവിടെ ഈ നമുക്കറിയാം വയനാടിന്റെ ഭൂപ്രകൃതി ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. കാരണം ഏറ്റവും ടൂറിസം സാധ്യതയുള്ള ഒരു മണ്ണാണ് വയനാടിന്റെ മണ്ണ്. അപ്പൊ ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ കാരണം നമുക്കറിയാം, ഒരുപാട് ദുരന്തങ്ങൾ നടന്നൊരു സ്ഥലമാണ് വയനാട്. കാരണം നമ്മളെ ചൂരൽമല പോലുള്ളത്. പക്ഷെ നമ്മളെ ഈ ഒരു പ്രൊജക്ട് തുടങ്ങുന്ന ഏരിയ പുൽപ്പള്ളിക്കടുത്തുള്ള വാടാനക്കവല, സുരഭിക്കവല, അതുപോലെ പാടിച്ചിറ, ഈ മേഖലകളിൽ ഞങ്ങൾ തുടങ്ങുന്ന പ്രോജക്ട് ഒരു 50 വർഷം മുമ്പെയോ ഒരു 50 വർഷത്തിന് ശേഷമോ യാതൊരു ദുരന്തങ്ങളുമില്ലാത്ത വളരെ പ്രകൃതി രമണീയമായ, വളരെ നിരപ്പായിരുന്നത് ചെറിയ കുന്നിൻ ചെരിവോടുകളോട് വളരെ നല്ല മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ ഈ ഒരു പ്രൊജക്ട് കമ്പനി അനൗൺസ് ചെയ്തപ്പോ ആദ്യം ഞങ്ങൾക്കും ഈ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി ഒരുക്കാൻ പറ്റുന്ന, അല്ലെ പ്രകൃതി രമണീയമായ ഒരു ടൂറിസം പദ്ധതി ഒരുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് പുൽപ്പള്ളി ഏരിയയിലുള്ള ഈ ഒരു ഏരിയ എന്ന് മനസ്സിലായി. അങ്ങനെ കമ്പനിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും താഴെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ എത്തിയാണ്, ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു വ്യക്തിക്ക് പോലും വെറും 1,00,000 രൂപ കൊടുത്തുകൊണ്ട് കൂടി. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ ടൂറിസം സാധ്യത, പ്രത്യേകിച്ചും വയനാടിന്റെ മണ്ണിൽ, ഇവിടെ പ്രകൃതിക്കിണങ്ങുന്ന രീതി മാത്രമല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, റിയൽ എസ്റ്റേറ്റ് മേഖലയെയും അഗ്രികൾച്ചർ മേഖലയെയും ടൂറിസം മേഖലയെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു കമ്പനിയും ചെയ്യാത്ത, അല്ലെ ഒരു മേഖലയും ചെയ്യാത്തൊരു പ്രൊജക്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 1400 ഏക്കറിൽ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്ട് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ 1400 ഏക്കറിനെ ഒരു 2 ഏക്കർ വീതമുള്ള ഒരു 700 പ്രൊജക്ടുകളാക്കി തിരിച്ചുകൊണ്ട് ആ 700 പ്രൊജക്ടുകൾ ഓരോ 2 ഏക്കറിനെയും 5 സെന്റ് പ്ലോട്ട് വീതമുള്ള 5 സെന്റ് വീതം 40 പ്ലോട്ടുകൾ. അങ്ങനെ വരുമ്പോൾ ടൂറിസം ഏരിയകൾ ഇതുപോലുള്ള, നമ്മളിപ്പം ഞാൻ നിന്ന് സംസാരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും ഈ കേവ് ഹൗസ്, ഈ ഒരു കേവ് ഹൗസ് ഇവിടെ എടുക്കണമെങ്കിൽ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയിലായിരിക്കണം. അപ്പൊ ഈ ടൂറിസ്റ്റ് ഏരിയയിൽ 5 ഏക്കറിന് മുകളിലുള്ള സ്ഥലമാണ് ഇന്നിവിടെ പർച്ചേസ് ചെയ്ത് ഏകദേശം 90 മഡ് പാക്കേജ്ഡ് ടൂറിസ്റ്റ് കോട്ടേജ്, പ്രീമിയം ടൂറിസ്റ്റ് കോട്ടേജുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഇവിടെ ഏകദേശം നിങ്ങൾക്ക് എനിക്ക് വരുന്ന ആളുകളിൽ ഏകദേശം 90 കോട്ടേജുകളിൽ അതിൽ 2 കോട്ടേജിന്റെ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയാണ് താങ്കൾ സ്വന്തമാക്കിയത്. വേറൊന്നുമല്ല, കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തപ്പോ ഞങ്ങളോട് കമ്പനി ഏതൊരു സാധാരണക്കാർക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ മരങ്ങളിൽ ഒന്നാണ് ചന്ദനം. അപ്പോ ഈ ഒരു 16 ചന്ദന മരങ്ങൾക്ക്, അപ്പൊ ഈ 90 കോട്ടേജുകൾ വരുമ്പോ ഏകദേശം 1400 ചന്ദന മരങ്ങൾക്ക് നടുവിലാണ് ഈ 90 കോട്ടേജുകൾ വരുന്നത്. അപ്പോ 5 സെന്റ് സ്ഥലത്ത് 16 ചന്ദന മരങ്ങൾക്ക് നടുവിലാണ് ഈ ഒരു ടൂറിസ്റ്റ് കോട്ടേജ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ 5 സെന്റ് പ്ലോട്ടിന്റെ ഒരു ഉടമ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെയാണ്, ഒരു ഉടമയായിക്കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ആളുകളിൽ ഇവിടെ വരുന്ന കോമൺ അമ്യൂണിറ്റീസും ഇവിടെ ഇതിന്റെ പണി പൂർത്തിയാവുമ്പോൾ ഏറ്റവും വയനാടിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങളാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത്. അപ്പോ വിദേശ ടൂറിസ്റ്റുകളൊക്കെ നമുക്കറിയാം Airbnb പോലുള്ള വലിയ വെബ്സൈറ്റുകളിലാണ് നമ്മൾ ഇത് പരസ്യം ചെയ്യാൻ പോകുന്നത്. ആ പരസ്യത്തിലൂടെ യൂറോപ്യൻസ് ഒക്കെ നമുക്കറിയാം, ഇന്ന് കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിദേശ ടൂറിസ്റ്റ് യൂറോപ്യൻസ് വരാനുള്ള ഒരു കാരണം അവരുടെ നാച്ചുറാലിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പ്രകൃതി ഒരുക്കുന്ന വിഭവ സമ്പത്ത് ഏറ്റവും നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്
ഓരോ വിദേശീയരും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രൂപസംബന്ധം ഈ പ്രകൃതി, ഈ പച്ചപ്പും അതുപോലെ തന്നെ ചന്ദനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം അരയാലിന്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ പകൽ സമയത്ത് ഓക്സിജൻ വളരെയധികം പുറന്തള്ളുന്ന ഒരു വൃക്ഷമാണ് അരയാൽ. പക്ഷെ രാത്രി സമയത്ത് അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു പറയുന്നു. പക്ഷെ ഇവിടെ ചന്ദനം എന്ന് പറയുന്നത് അരയാലിനേക്കാൾ 10 മടങ്ങ് ഓക്സിജൻ പുറന്തള്ളുന്ന ഒരു വൃക്ഷമാണ്. അപ്പോൾ ഇവിടെ പ്രകൃതി തന്നെ ഒരു ഹെൽത്ത്, അവരുടെ ഒരു ഹെൽത്ത് സംരക്ഷണത്തിന്, കാരണം നമുക്കറിയാം വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു വൈറ്റമിൻ ബി അല്ല ഒരു വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിന്റെ മെഡിസിൻ കഴിക്കും. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, ഇവിടുത്തെ മണ്ണിന്റെയും ഇവിടുത്തെ സൂര്യപ്രകാശത്തിന്റെയും നേരിട്ട് നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സംഭവം അവരുടെ ശരീരത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ചന്ദന കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്നത് കാരണം ഇത് ഒരു നാച്ചുറൽ ആയിട്ട് അവരുടെ ഹെൽത്തിനെ സംരക്ഷിക്കുന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. കാരണം ഓക്സിജൻ ഏറ്റവും കൂടുതൽ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാനം. അപ്പൊ ഇവിടെ വരും നാളുകളിൽ വലിയ എമൗണ്ട്, നമുക്കിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 20,000 രൂപയാണ് ഒരു പെർ ഡേ. ഇവിടുത്തെ വരുന്ന കോമൺ അമ്യൂണിറ്റീസ് ഒക്കെ ഒരുക്കുമ്പോൾ 20,000 രൂപക്കാണ് നമ്മൾ പെർ ഡേ വാടകയ്ക്ക് പോകുന്നത്. അത് ഏകദേശം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും ഒരു വർഷത്തേക്കുള്ള വാടക ഇവിടെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഒരു കോടീശ്വരന്മാരുടെ നിര നിങ്ങൾക്ക് ഈ കേരള എന്ന കൊച്ചു സംസ്ഥാനത്ത് കാണാൻ കഴിയുമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചു. ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള മറ്റു വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.